ഹായ് ഡിസ്ക പ്ലാറ്റോ, ദിസ് ഈസ് മീ യുവർ ഫ്രണ്ട് സെൽവകുമാർ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ വിവിധ മെയിൻ സ്ട്രീം മീഡിയാസ്, സോഷ്യൽ മീഡിയാസ്, ഇതെല്ലാം നമ്മൾ ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് ഇന്ന് കേൾക്കുന്ന അല്ലെങ്കിൽ കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതലായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ വിവിധ ജില്ലകളിലായിട്ട് നടക്കുന്ന വന്യമൃഗ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ്. പ്രത്യേകിച്ചും നമുക്കറിയാം, ഇന്ന് രാവിലെ വയനാട്ടിലെ അട്ടമല എന്ന് പറയപ്പെടുന്ന ആ സ്ഥലത്ത് താമസിക്കുന്ന പട്ടികവർഗക്കാരനായ 27 വയസ്സ് പ്രായം മാത്രമുള്ള ബാലകൃഷ്ണൻ എന്ന യുവാവ് ഇന്ന് രാവിലെ ആന അറ്റാക്ക് ചെയ്ത് മരണപ്പെട്ട കാര്യം നമുക്ക് ഏവർക്കും അറിയുന്നതിന്. മാത്രമല്ല, ഇന്നലെ വയനാട്ടില് മനു എന്ന് പറയപ്പെടുന്ന വേറൊരു യുവാവും കാട്ടാന മുഖേന മരണപ്പെട്ട കാര്യം നമുക്ക് ഏവർക്കും അറിയാം. പിന്നെ ഇടുക്കിയിലും സോഫിയ ഇസ്മായിൽ എന്ന് പറയപ്പെടുന്ന വേറൊരു സ്ത്രീയും രാവിലെ കുളിക്കാൻ ഇറങ്ങിയപ്പോൾ ആന അറ്റാക്ക് ചെയ്ത് മരണപ്പെട്ടു. അങ്ങനെ ഈ ഒരു 48 മണിക്കൂറിൽ മാത്രം ഏകദേശം 4 പേരാണ് നമ്മുടെ കേരളത്തിൽ മാത്രം മരണപ്പെട്ടിട്ടുള്ളത്. പ്രത്യേകിച്ചും ഈ ഒരു വർഷം 2025 ജനുവരി മുതൽ ഇതുവരെ 7 പേരാണ് വന്യമൃഗം മുഖേന ഇതുവരെ മരണപ്പെട്ടിട്ടുള്ളത്. പിന്നെ ഈ ഒരു വർഷം മാത്രം ഏകദേശം 57 പേരാണ് വന്യമൃഗങ്ങളാൽ മരണപ്പെട്ടത് എന്നാണ് വിവിധ മീഡിയകളിലൂടെയുള്ള റിപ്പോർട്ട് എന്ന് പറയുന്നത്. പിന്നെ ഇതിനു മുമ്പ് വയനാട്ടിൽ കടുവയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഒരു സ്ത്രീ, രാധ എന്ന് പറയുന്ന ഏകദേശം ഒരു 40 വയസ്സ് പ്രായം മാത്രം വരുന്ന ഒരു സ്ത്രീ മരണപ്പെട്ട കാര്യം. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പ്രതിഷേധങ്ങളും ചർച്ചകളും കാര്യങ്ങളെല്ലാം നടന്നിരുന്നു. അവസാനം ഈ സ്ത്രീയെ അറ്റാക്ക് ചെയ്ത കടുവ ചത്തതിനെ തുടർന്നാണ് ആ ഒരു പ്രശ്നം കൂടുതലും ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടാത്തത്. ബട്ട് അതിനുശേഷം നോക്കിക്കഴിഞ്ഞാലും വീണ്ടും വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ കേരളത്തിലെ പല സ്ഥലങ്ങളിൽ വർദ്ധിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആക്ച്വലി വന്യമൃഗ ആക്രമണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പ് നമ്മൾ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. സോ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് എനിക്ക് 1-2 കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. സോ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്. പ്രത്യേകിച്ചും ഈ വന്യമൃഗങ്ങൾ എന്തുകൊണ്ട് നാട്ടിലേക്ക് ഇറങ്ങുന്നു എന്നുള്ള കാര്യം നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് വന്യമൃഗങ്ങൾക്ക് ഭക്ഷണവും വെള്ളവും കിട്ടുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഒരു റീസൺ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല എങ്കിൽ ഈ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നതിന്റെ റീസൺ എന്താണുള്ളത്? ഇതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. സോ ആ ഒരു കാര്യം പരിഹരിക്കപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് വരുന്നത് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് തടയാൻ സാധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പണ്ടൊക്കെ ഈ ഡിസ്കവറി ചാനലിലൊക്കെ ഞാൻ ചില കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ നാട്ടിലല്ല, പുറം രാജ്യങ്ങളിൽ അവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, അതായത് വൈൽഡ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉള്ള ജീവികൾക്ക് അവർ ഭക്ഷണവും വെള്ളവും കിട്ടാത്ത സ്ഥലങ്ങളിൽ അവർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഓരോ മൃഗങ്ങളുടെയും ആരോഗ്യം ഓക്കെ ആണോ അല്ലയോ എന്നുള്ള കാര്യം അവർ പരിശോധിക്കുകയും ചെയ്യാറുണ്ട്. അതുമാത്രമല്ല, ഇപ്പോൾ ഈ ഫോറസ്റ്റുകളിൽ ഇപ്പോൾ ഭക്ഷണങ്ങളും കാര്യങ്ങളും കിട്ടാത്ത സന്ദർഭങ്ങളിൽ ഉള്ള ഏരിയകളൊക്കെ ഉണ്ടല്ലോ. അത്തരത്തിലുള്ള ഏരിയകളിൽ ഈ ഭക്ഷണ സാധനവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സീഡുകൾ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ജാക്ക് ഫ്രൂട്ട്, കാഷ്നട്ട്, മാങ്ങ തുടങ്ങിയ അങ്ങനെ ഒരുപാട് സീഡ്സ് ഉണ്ടാവും. ഇതൊക്കെ ഭക്ഷണ സാധനങ്ങളാണല്ലോ. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള സീഡ്സ് ഫോറസ്റ്റിന്റെ പല ഭാഗത്തായിട്ട് ഹെലികോപ്റ്ററിലും മറ്റുമായിട്ടൊക്കെ അവർ സ്കാറ്ററിങ് ചെയ്യും, അത് മഴയ്ക്ക് മുമ്പ്. അപ്പോൾ ഈ മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ വിത്ത് മണ്ണിൽ നിന്ന് മുളയ്ക്കുകയും അത് മരമായിട്ട് വളർന്ന് എന്താ പറയുക, കായകളോ പഴങ്ങളായിട്ടോ മാറുമ്പോൾ അവിടെയുള്ള ജീവികൾ ആ ഒരു ഭക്ഷണം കഴിച്ച് പൊതുവെ ജീവിക്കും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ പൊതുവെ ഈ വന്യമൃഗങ്ങൾ ഈ നാട്ടിലേക്ക് ഇറങ്ങുന്നത് കുറയും. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ മറ്റേ പുറം രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ബട്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഇതിനു മുമ്പ് എവിടെയും അങ്ങനെ കണ്ടതായിട്ടുള്ള പരിചയം ഇല്ല എന്നുള്ളതാണ്. സോ അങ്ങനെ നിങ്ങൾക്ക് എവിടെയെങ്കിലും അറിയാം എങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഫ്രണ്ട്സ്, കറണ്ട് പോയി കേട്ടോ, അതുകൊണ്ടാണ്.
വെളിച്ചമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ നാട്ടിലെ ഫോറസ്റ്റുകളിൽ പൊതുവെ ഈ സസ്യാഹാരിയായിട്ടുള്ള ജീവികൾക്ക് കിട്ടേണ്ട ഭക്ഷണം കിട്ടുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള മൃഗങ്ങൾ വനത്തിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ മാംസാഹാരിയായിട്ടുള്ള ജീവികളുണ്ട്. ഇപ്പൊ പുലി, ടൈഗർ ഇതുപോലുള്ള ജീവികൾ പൊതുവെ വനത്തിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങുന്നത് വളരെ കുറവാണ്. എന്നാലും ഇപ്പൊ വയനാട് പോലുള്ള സ്ഥലങ്ങളിൽ പൊതുവെ ഈ കടുവയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്തകൾ നമ്മൾ കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അട്ടപ്പാടി പോലുള്ള സ്ഥലങ്ങളിൽ കടുവയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്തകൾ അധികമില്ല. ബട്ട് എന്തായാലും പുലിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പലപ്പോഴും നമ്മുടെ നാട്ടിൽ കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ വർഷം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരിക്കൽ ഈ വണ്ടി ഓടിച്ച് പോകുന്ന സമയത്ത് ഞാൻ നേരിട്ട് പുലിനെ കണ്ടു. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ മീൻസ് എൻ്റെ പുറകെ മുമ്പിലൊക്കെ വന്നിരുന്ന ഒരുപാട് ആൾക്കാരും ഇത് മറ്റു വണ്ടിക്കാരും പുലിനെ നേരിട്ട് കണ്ടു എന്നുള്ളതാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ ഞാൻ നമ്മുടെ ഈ പാരൻസിന്റെ ആ ജനറേഷനോട് ഒരുപാട് ആൾക്കാരോട് അന്വേഷിച്ചു. അതായത് പുലി പണ്ടുണ്ടായിരുന്നതാണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ കുറെ ആൾക്കാരും പറഞ്ഞു പണ്ട് ഇത്തരത്തിലുള്ള ജീവികൾ ഇല്ലായിരുന്നു. ചിലപ്പോൾ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അവർ ഈ വനസംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുവന്ന് വിട്ടതായിരിക്കാം എന്നും ചില ആൾക്കാർ പറയുന്നുണ്ട്. ബട്ട് എന്തായാലും സത്യാവസ്ഥ നമുക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ചില ആൾക്കാർ പറയുന്നു ഈ വനം ഇപ്പോൾ കൂടുതലാണല്ലോ, അപ്പൊ അങ്ങനെ മറ്റു വനങ്ങളിൽ നിന്ന് ഇവിടെ എത്തിപ്പെട്ടതായിരിക്കാമെന്നും ചില ആൾക്കാർ പറയുന്നുണ്ട്. അത്തരത്തിലാണ് ആക്ച്വലി ഇവിടെ പലതരത്തിലുള്ള കോൺസ്പൈറസി തിയറീസ് ഒക്കെ നമ്മുടെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നത്. പിന്നെ എൻ്റെ ചെറിയ പ്രായത്തിൽ ഈ ആടും മാടും ഒക്കെ മേയ്ക്കാനായിട്ട് നമ്മൾ സുഹൃത്തുക്കളുമായിട്ടൊക്കെ പലപ്പോഴും ഞാൻ താമസിക്കുന്ന ആ ഏരിയയിലുള്ള ഫോറസ്റ്റുകളിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ അന്നൊക്കെ ആനയും പുലിയും അങ്ങനെയുള്ള മൃഗങ്ങളൊന്നും കണ്ടിട്ടില്ല. അന്ന് ഒറ്റയ്ക്കൊക്കെ പോകുമായിരുന്നു. ബട്ട് കാരണം ഒരു ധൈര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്താ ഫോറസ്റ്റിന്റെ അടുത്ത് പോലും പോകാൻ പേടിയാണ്. ആ ഒരു അവസ്ഥയിലാണ് ആക്ച്വലി ഇപ്പോൾ കടന്നു പോകുന്നത്. മാത്രമല്ല ഈ അട്ടപ്പാടിയിൽ മാത്രം ഏകദേശം ഈ വൈൽഡ് അനിമൽ അറ്റാക്ക് മുഖേനം ഏകദേശം 22ഓളം അധികം ആൾക്കാരാണ് ആക്ച്വലി ഇതുവരെ മരണപ്പെട്ടിട്ടുള്ളത്. ഇതിലും ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള തദ്ദേശീയവാസികളായിട്ടുള്ള ജനങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള വന്യമൃഗ ആക്രമണം മൂലം മരണപ്പെട്ടിട്ടുള്ളത്. പ്രത്യേകിച്ചും അട്ടപ്പാടിയിലൊക്കെ ആണെങ്കിൽ കാട്ടാന ആക്രമണം മൂലമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ മരണപ്പെട്ടിട്ടുള്ളത്. മറ്റ് ടൈഗറോ ഇല്ലെങ്കിൽ കടുവയോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ പൊതുവെ കുറവാണെന്നല്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് എൻ്റെ അറിവ് കേട്ടോ, ഞാൻ ഇതുവരെ ഉള്ളതിൽ. എന്തായാലും കറണ്ട് വന്നു. ഓക്കെ, ആക്ച്വലി അട്ടപ്പാടിയിലായാൽ പോലും വന്യമൃഗങ്ങളുടെ ശല്യമുണ്ട്. പൊതുവെ ഈ അടുത്ത കാലത്ത് പോലും എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വാഴത്തോട്ടത്തിൽ വന്നിട്ട് ആന കുറച്ച് വാഴയൊക്കെ കഴിച്ചിട്ട് പോയതാണ് പുള്ളി. ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ അട്ടപ്പാടിയിൽ പല കർഷകരും നേരിടുന്നുണ്ട്. അത് ആന മാത്രമല്ല, പന്നി, മറ്റ് മൃഗങ്ങളൊക്കെ ഉണ്ട്. ദാറ്റ്സ് എ റിയാലിറ്റി. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഫോറസ്റ്റുകളിൽ ഈ വന്യമൃഗങ്ങൾക്കുള്ള പ്രൊട്ടക്ഷന്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യരിൽ നിന്ന് മൃഗങ്ങളെ സംരക്ഷിക്കാൻ മാത്രമല്ല ചെയ്യേണ്ടത്, മൃഗങ്ങൾക്ക് വേണ്ട ഫെസിലിറ്റീസ് ഫോറസ്റ്റുകളിൽ ഉണ്ടാക്കണം. ഞാൻ നേരത്തെ ഡിസ്കവറിയിൽ മായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ, അതുമായിട്ട് ചില കാര്യങ്ങൾ ഫോറസ്റ്റിൻ്റെ അകത്ത് ഉണ്ടാക്കണം. അതായത് മൃഗങ്ങൾക്ക് വേണ്ട ടാങ്ക് ഫോർ വാട്ടർ ആൻഡ് ഫുഡ് ഫെസിലിറ്റീസ്, അത്തരത്തിലുള്ള കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് വരാതെ നമുക്ക് തടയാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. സോ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് ഇടപെട്ടുകൊണ്ട് കാര്യങ്ങൾ നടപ്പിലാക്കണം എന്നുള്ളതാണ്. അതിന് യൂണിയൻ ആയാലും സ്റ്റേറ്റ് ആയാലും. എന്നാലേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുള്ളൂ. അല്ലാത്ത പക്ഷം ഇപ്പോൾ വന്യമൃഗങ്ങൾ വന്ന് ആൾക്കാരെ കൊന്നിട്ട് അത് പോകും. പിന്നെ നമ്മൾ അതിന് പരിഹാരമായിട്ട് എത്ര തുക നമുക്ക് കൊടുക്കേണ്ടി വരും? അത് ശരിക്കും റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ആ ഒരു കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു നിമിഷം പറയാനായിട്ട് സാധിക്കുന്നത്. പിന്നെ അതേ സമയത്ത് തന്നെ ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ ഈ ഫോറസ്റ്റ് ഏരിയ ഒരുപാട് ആൾക്കാർ കയ്യേറുകയും അത്തരത്തിലുള്ള
ഏരിയകളിൽ അല്ലെങ്കിൽ ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ചില ഏരിയയിലൊക്കെ ആൾക്കാർ വന്നിട്ട് സ്ഥലം മേടിച്ച് അവിടെ ചുറ്റും ഈ ഇലക്ട്രിക് ഫെൻസ് വെക്കുകയും അത് പലപ്പോഴും ഈ ഇത്തരത്തിലുള്ള വന്യമൃഗങ്ങൾക്ക് പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ പോകുന്ന സ്ഥലമായിരിക്കാം. ഇല്ലെങ്കിൽ ഇപ്പോൾ പുഴയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഏരിയ ആണെങ്കിൽ അവിടെ വെള്ളം കുടിക്കാനായിട്ടൊക്കെ പലപ്പോഴും പലതരത്തിലുള്ള മൃഗങ്ങൾ പോകാറൊക്കെ ഉണ്ട്. പ്രത്യേകിച്ചും ആന പോലുള്ള ജീവികൾ. അപ്പോൾ ഇത് പണ്ടും ഈ ആന ഈ ഇത്തരത്തിലുള്ള ജീവികളൊക്കെ നേരത്തെ പോയ സ്ഥലങ്ങളായിരിക്കും. അപ്പൊ അതിങ്ങനെ ഫെൻസിങ് ഇട്ട് അവിടെ ഇലക്ട്രിക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് വന്യമൃഗങ്ങൾക്ക് ആക്ച്വലി ഒരു ഡിസ്റ്റർബ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം ഏതൊരു ജീവിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് വെള്ളമാണ്. രണ്ടാമതാണ് ഭക്ഷണം. സോ നമ്മളും ഒരു ജീവിയാണ്. വി ആർ വൺ ഓഫ് ദി സ്പീഷ്യസ് ഓൺ ദിസ് എർത്ത്. അത് നമ്മൾ മനസ്സിലാക്കണം. സോ അതുപോലെ തന്നെയാണ് മറ്റ് ജീവികളും. സോ അത് ഈ ഒരു കാര്യം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ എന്താ പറയുക സൊല്യൂഷൻ കണ്ടെത്തി എന്തിനും നല്ലൊരു സൊല്യൂഷൻസ് ഉണ്ടാക്കാനായിട്ട് പറ്റുമെന്നാണ് ഞാൻ ഈ ഒരു നിമിഷം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. മറിച്ച് ഇപ്പോൾ ഈ വന്യമൃഗങ്ങൾ ഇപ്പോൾ നാട്ടിലേക്ക് ഇറങ്ങുന്നതിന് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകൾ അനുവദിക്കുകയാണെങ്കിൽ അവിടെ ജനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് സർക്കാരാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് സോ അതിനു വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് സർക്കാരുകൾ വേണ്ട നടപടികൾ കൃത്യമായിട്ട് എടുക്കണം എന്നുള്ളതാണ് എനിക്ക് ഒരു നിമിഷം പറയാനുള്ളത്. എന്തു തന്നെയായാലും കേരളത്തിലെ ജനങ്ങളുടെ ജീവിതം വന്യമൃഗങ്ങളിൽ നിന്ന് കൂടുതൽ കെയർ എടുത്തുകൊണ്ട് ബന്ധപ്പെട്ട ആക്ഷൻസ് ഉടനെ തന്നെ എടുക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സോ അതിന് സാധിക്കട്ടെ. പിന്നെ എന്തായാലും ഞാൻ ജനങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ ആക്ഷൻസ് എടുത്താലാണ് വന്യമൃഗങ്ങളിൽ നിന്നും നമ്മളെ പോലുള്ള ജനങ്ങളെ സംരക്ഷിക്കാൻ കഴിയുക എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. മേ ബി ഇത്തരത്തിലുള്ള വീഡിയോസ് ഒരുപക്ഷെ പലതരത്തിലുള്ള ആൾക്കാരൊക്കെ രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ മറ്റു ഉദ്യോഗസ്ഥരും ഒക്കെ കാണുമായിരിക്കും. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ മേ ബി ഇത് യൂസ്ഫുൾ ആവും ചിലപ്പോൾ നിങ്ങളുടെ കമന്റുകൾ. സോ അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളുടെ കമന്റുകൾ കമന്റ് ബോക്സിന്റെ അവിടെ രേഖപ്പെടുത്തുക. അടുത്തത് പുതിയൊരു വിഷയമായിട്ട് പുതിയൊരു വീഡിയോയിൽ വരാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ബൈ ആൻഡ് ടേക്ക് കെയർ. ലവ് യു ഓൾ. താങ്ക് യു.